നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ പരിക്കുന്നത് നോമ്പ് തുറയാണ്. അപ്പൊ അതിന്റെ പരിപാടിയിലാണ്. അപ്പൊ ഉമ്മ തോർത്താണ്. ഞാൻ തോർത്തുന്നെടുക്കുന്ന നമുക്ക് പീടികയ്ക്ക് വേണ്ടി വന്ന് ചിക്കൻ വാങ്ങാന്. അപ്പം അതിന് ഞാൻ പോയിട്ട് ചിക്കനും പ്ലേറ്റും ഗ്ലാസും മന്തി ഉണ്ടാക്കുന്നതിന്റെ സാധനവും എല്ലാം വാങ്ങിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് ഏകദേശം പണി കഴിഞ്ഞ് തോർത്തലും കൂടി കഴിഞ്ഞെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം. അങ്ങനെ കുറച്ച് പണിയെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പരിപാടിയിലേക്ക് അടുത്തിടണം. അപ്പോൾ ചിക്കനെല്ലാം ഇട കഴുകി വെക്കാണ്. അപ്പോൾ ഇന്നെന്തുമ്മ ഫുഡ്? ഇന്ന് നല്ല മന്തി ആക്കണം, നെയ്പ്പത്തര ചൂടണം, പത്തര ചൂടണം, ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി ആക്കണം. അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പൊ ഉമ്മ കൊറേ തരം അപ്പം ഉണ്ട്. പിന്നെന്ത് അപ്പുണ്ട്, ജ്യൂസ് ഉണ്ട്. മന്തി മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിന് നെയ്പ്പത്തലിന് അരി പോയിട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്ക് ചോറ് വെച്ചിട്ടുണ്ട്. മന്തിന്റെ അരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് പോത്താൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലേ മാ? നമ്മളെ പാല് കുറുകി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റർഡിന് മിക്സ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് അളക്കിയിട്ട് വേണം കഴിച്ചെടുക്കാൻ. ഒഴിക്കുന്ന ആൾക്ക് നമ്മൾ അളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള സാധനമില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഈ സെമിക്കോലെല്ലാം വെച്ചിട്ട് അതാണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. അപ്പൊ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു. നമ്മള് കസ്റ്റേർഡ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് തണിയാണ് കേട്ടോ. തണിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്തേക്കാം. പിന്നെ ഇടുമ്പോ സൂചി സംഭവമില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാന്ന്. അതിന് വേണ്ടി തേങ്ങാപ്പാലെല്ലാം സെറ്റാക്കാന്ന്. ഉള്ളി തക്കാളി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പയ്യെ കാണാം. മുറ്റത്ത് അടുപ്പുന്നാണ് കേട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. മന്തിൻ്റെ അരി ഇവിടെ ആയി വരുന്നുണ്ട്. നമുക്ക് അതിലൂടെ കാണിച്ചു കൊടുത്ത മുറ്റത്ത് വെച്ചതാണ്. ആയി വരുന്നുണ്ട്. ആയിക്കൊണ്ട് വരികയാണ്. ഉള്ളില് ബാക്കിയെല്ലാം ആക്കുന്നുണ്ട്. കുഞ്ഞു കരിയാണ്. നെയ്പ്പത്തല് എല്ലാം ഉമ്മ ആക്കുന്നുണ്ട്. ഞാനെല്ലാം നല്ലപോലെ കാണിച്ചത്. നമ്മളെ മന്തി ഇത് ഇവിടെ ആയിട്ടുണ്ട്. ദമ്മിടാൻ വെച്ചല്ലേ? നെയ്പ്പത്തല് ഇതാ ചുടുന്നുണ്ട്. പാതിയായി. നല്ല ചിക്കൻ മോള് കറിയുണ്ട്. ചിക്കൻ ഇത് തേങ്ങക്കറി, ഇത് മോള് കറി, പിന്നെ നെയ്പ്പത്തല് പത്തലും കുഴച്ച് വെച്ചിട്ടുണ്ട്. മന്തിയുമായി എല്ലായി. നാരങ്ങ ചെറുത്തായി. ഇനി ബാക്കിയെല്ലാം ആക്കി. ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് നമ്മ ഇങ്ങനെ മുറ്റത്ത് കീഞ്ഞതാണ്. ചെടിക്കില്ല വെള്ളടിക്കാനായിട്ട് കീഞ്ഞതാണ്. അപ്പൊ നമ്മളെ സപ്പോർട്ട് തൈര മസാല കുറച്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സപ്പോർട്ട് പിടിച്ചിട്ട് കണ്ട മസാല വാങ്ങുമ്പോഴേ കുഞ്ഞാണ് ഉണ്ടായത്. അപ്പോൾ മസാല കുറച്ച് ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ കിഴങ്ങിൻ്റെ തൈയും ആയിട്ടുണ്ട്. വാഴൻ്റെ തൈ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ കളർഫുൾ ചെടിയുണ്ട്. ഇത് നമ്മളെ തൊട്ട അയൽവാസിയാണ്. ഇപ്പുറത്തെ അവർ വെച്ചതാണ്. അവിടെ എല്ലാം ഉണ്ട്. കണ്ട നല്ലല്ലേ? എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ചെടിയെല്ലാം. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മ പറഞ്ഞ ഇവിടെ ഫുള്ള് പാങ്ങാക്കിയിട്ടാകുമ്പോൾ മതിലിൻ്റെ പള്ളക്ക് ഇത് വെക്കണം. ഇത് പടർന്ന് വരുമ്പോൾ ഇതിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. തിരക്കാണ് ഇവിടുത്തെ വിശേഷം. വൈകുന്നേരത്തെ വിശേഷം. മൂത്തമ്മാൻ്റെ മോൻ്റെ കുഞ്ഞുണ്ട്. നേരത്തെ വന്നിന്. അനിയത്തിൻ്റെ കൂടെ നേരത്തെ വന്നിനുള്ള അവിടെ പോയിട്ടാകുമ്പോൾ. അപ്പം ഇതൊക്കെയാണ്. നല്ല ഉണ്ടല്ലോ, ഇങ്ങനെ കാണാൻ തന്നെ നല്ല പാങ്ങുണ്ടല്ലേ ഈ സ്ഥലം. അത് നമ്മളെ ഇവിടെ കായ് ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കണ്ട കായ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല കുഞ്ഞിക്കായ്. പിന്നെ ഞാൻ വേറെ കാണിച്ചുതരാം. ഞാൻ പണ്ടിപ്പോൾ നട്ടതാണ്. ഇപ്പോൾ ആയ സമയത്ത് നട്ടതാണിത്.
ഇപ്പം ഇത് ഇത്രയായി നീളം വെച്ച് വരുന്നല്ലാണ്ട് വലിയ ഒരു ഇതുണ്ടായിട്ടില്ല. ഇപ്പം മാഷാ അല്ലാഹ് ഏലെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആടുന്ന് മൂത്തമ്മ എല്ലാം വന്ന് അമ്മായി അവരെല്ലാം വരണത്ര. മൂത്തമ്മാവും പിള്ളേരെല്ലാം വന്ന് മൂത്തമ്മ വരുമ്പോൾ ഫ്രൂട്ട്സും കൊണ്ടെല്ലാം വന്നിന്. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് മുറിച്ചിടാൻ നിന്ന് എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞ് ഉമ്മ ജ്യൂസിൻ്റെ പരിപാടിയിലേക്ക് നോക്കാമെന്ന് സമയം അടുത്തടുത്ത് വരാമെന്ന്. ആടുന്ന് പിന്നെ മൂത്തമ്മ അമ്മായി എല്ലാവരും അപ്പവും അതും ഇതും കൊണ്ടെല്ലാം വരികയാണ്. മാഷാ അല്ലാഹ് നല്ല ഉണ്ടായിട്ട് നല്ല അടിപൊളി ഒരു നോമ്പ് തുറ, കുഞ്ഞി നോമ്പ് തുറ. എന്തെല്ലാം ഉണ്ടായിന്, 5 തരം കടി ഉണ്ടായിന്. കട്ട്ലേറ്റ് അത് ഇത് എന്നെല്ലാം പറഞ്ഞാൽ 5 തരം കടി ഉണ്ടാവും. മാഷാ അല്ലാഹ് നല്ല വാങ്ങൽ കഴിഞ്ഞ് ഒരു കുഞ്ഞി നോമ്പ് തുറ. നമ്മൾ ചെറിയൊരു ഫാമിലിയാണ്. അങ്ങനെ ഒരു കുഞ്ഞ് നോമ്പുറയെല്ലാം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും റൂമിലിരുന്ന് കഥ പറയാന്ന്, പിള്ളേരെല്ലാം കളിയെല്ലാം കണ്ട് ഇങ്ങനെ നമ്മൾ ചിരിക്കാന്ന് പിള്ളേരെല്ലാം ഓരോരോ പറയുന്ന കേട്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ശരി.